എപ്പോഴിപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോളെ, സ്വന്തം ആങ്ങളമാരോട് അനുഗ്രഹം മേടിക്കാൻ സ്റ്റെല്ലക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ ചോ കർത്താവ് വിധിക്കുന്നത്. എന്റെ രണ്ടാമക്കളും ഈ മുറ്റത്ത് കാല് ചവിട്ടാനും എന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനും യോഗ്യരല്ല. ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ട് എന്റെ മോളുടെ കല്യാണത്തിന് വരാത്തത് ഒരേ ഒരാളാ, എന്റെ അനുജൻ കൊച്ചുതോമ. തിരുവനന്തപുരത്തുനിന്ന് ഒരു ഫോൺ. കൊച്ചുതോമയായിരിക്കും. കർത്താവേ, അത് അവനായിരിക്കണേ. ഹലോ തോമാച്ച, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. കൊച്ചുതോമയുടെ കേസിനെ കുറിച്ച് സംസാരിക്കാനായി നിങ്ങളിന്ന് തിരുവനന്തപുരത്ത് എത്തണം. സ്റ്റെല്ല, ഞാൻ ക്രിസ്റ്റിയുടെ ഫ്രണ്ടാ. ക്രിസ്റ്റി തന്നെ കാണണമെന്ന് പറഞ്ഞു. എന്റെ പെങ്ങൾ നവവധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വരുന്നത് കാണാൻ മറ്റാരെക്കാളും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇത് പോലീസിന്റെ നാടകത്തിന് വേണ്ടിയുള്ള വെറും വേഷം കെട്ടലാകരുത്. സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി എന്ത് നെറികേടും കാണിക്കാൻ മടിക്കാത്ത IPSകാരന്റെ ചതിയിലാണ് നീയും അപ്പച്ചിയും മനസ്സർപ്പിച്ചിരിക്കുന്നത്. മോള്, ഞാൻ പറയുന്നത് കേൾക്കണം. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാത്രം ഇച്ഛായൻ എന്നോട് പറയരുത്. കൊലയാളിയായ ഏട്ടനെ കുറിച്ചുള്ള കേട്ടുകേൾവികളാണ് എന്റെ ഇതുവരെയുള്ള ആലോചനകളൊക്കെ മുടക്കിയത്. ഈ വിവാഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇതും കൂടെ മുടങ്ങിയാൽ വേറൊരാളുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ ഞാനുണ്ടാവില്ല. നീ അയാളിൽ അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ നിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഞാനും വരും. മറിച്ച് അയാൾ നിന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ എന്നെ തടയരുത്. വരൂ. സാർ, അത് പിന്നെ കല്യാണത്തിന് പോണോ? പള്ളി പരിസരം നിറയെ പോലീസാ. ആ കമ്മീഷണർ തമ്പി സാറിന്റെ വരവ് മുൻകൂട്ടി കണ്ടിട്ട് ഒരുങ്ങി നിൽക്കുക അറസ്റ്റ് ചെയ്യാനായിട്ട്. ആര് കാത്തു നിന്നാലും എന്റെ പെങ്ങളുടെ താലികെട്ട് എനിക്ക് കാണണം. എന്റെ അപ്പച്ചയുടെ മുന്നിൽ നിവർന്നു നിന്നുകൊണ്ട് എനിക്ക് കല്യാണത്തിന് പങ്കെടുക്കണം. നീ വണ്ടി എടുക്ക്. അല്ല വർഗീസേ, മണവാട്ടി എവിടെ? പെണ്ണ് കയറിയ കാറല്ലേ ആദ്യമേ പുറപ്പെട്ടത്. എടാ കുഞ്ഞച്ചാ, ഒന്ന് പോയി നോക്കടോ. വന്നല്ലോ. എന്നാ ഇനി വൈകണ്ട, വേഗം ആവട്ടെ. പൊയ്ക്കോ, ഇച്ചായ വന്നോളാം. മോളിച്ചല്ലേ, വരാം. വാ മോളെ. നിന്നോടാണ് ചോദിച്ചത്, എവിടെ ക്രിസ്റ്റി? ഹലോ ഹരിഹരോ, എന്നെ തിരക്കി വെറുതെ ഓട്ടപ്രദർശനം നടത്തിയിട്ട് എന്താ സാറേ കാര്യം? ഞാനിവിടെ SP ജോസഫ് വടക്കന്റെ കല്യാണത്തിൽ പങ്കെടുത്ത് പള്ളിയിൽ നിൽക്കുകയല്ലേ. കേട്ട പാടെ കേൾക്കാത്ത പാടെ പോലീസിനെ മൊത്തം ഇങ്ങോട്ട് ഓടിക്കണ്ട. ഞാൻ മടങ്ങുക. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയ്ക്ക് ഒരു മുഖദർശനം നൽകിയാൽ ഉടനെ.
പോലീസല്ല പട്ടാളം തന്നെ എത്തിയാലും IPS-കാരൻ്റെ അല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ വരെ കല്യാണത്തിന് ഈ ക്രിസ്റ്റി പങ്കെടുത്തിരിക്കും. ഒന്നുമില്ലേലും ഞാനൊരു കറ തീർന്ന പട്ടാളക്കാരന്റെ മോനല്ലേ. എടോ ഞാൻ തന്റെ മൂക്കും തുമ്പത്ത് തന്നെ ഉണ്ടാവും. വീണ്ടും നേരിൽ കാണാൻ ഭാഗ്യമുണ്ടാകും വരെ നമുക്ക് ഈ കള്ളനും പോലീസും കളിക്കാം. ഗുഡ് ബൈ. ശ്ശേ. ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഇനി ഇവിടെ ഇങ്ങനെ കാവൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. കാവൽ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞോ? എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചു. ഈശ്വരനെ ഓർത്തെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോണം. അടുത്ത തിങ്കളാഴ്ച എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കുന്ന ദിവസമാണ്. കല്യാണ നിശ്ചയത്തിന് മന്ത്രിമാരും പോലീസ് അധികാരികളും ബന്ധുക്കളും അടക്കം ഒരുപാട് പേരിവിടെ വരും. ആ സമയത്ത് പോലീസ് അന്വേഷിക്കുന്ന പ്രതി പോലീസ് മന്ത്രിയുടെ വീട്ടിൽ അതിഥിയായിരുന്നു എന്ന് പുറത്തറിഞ്ഞാൽ? അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താൻ ഉടനെ തിരിച്ചു പോകണം. പണമോ ഫ്ലൈറ്റ് ടിക്കറ്റോ എന്ത് വേണമെങ്കിലും ഞാൻ ഏർപ്പാടാക്കാം. പോലീസിന്റെ കണ്ണിൽപ്പെടാതെ തന്നെ ഞാൻ സുരക്ഷിതമായി മുമ്പിലെത്തിക്കാം. മുംബൈയിലേക്ക് പോകാൻ എനിക്ക് നിങ്ങളുടെ പണമോ ഔദാര്യമോ ആവശ്യമില്ല. ഞാൻ വിചാരിച്ചാൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇവിടെത്തും കൊച്ചിയിൽ. നിങ്ങളുടെ പോലീസ് കണ്ണു തുറന്നിരിക്കുമ്പോൾ ഞാൻ പറക്കുകയും ചെയ്യും. ജോർജ് കുട്ടിയുടെ കൊലയാളിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കാതെ ഞാൻ തിരിച്ചു പോവില്ല. നിങ്ങളുടെ പോലീസിന്റെ മുന്നിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാനല്ല, എന്റെ അപ്പച്ചിയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. ദേഷ്യം എന്നാൽ എന്റെ തോക്കിന് മന്ത്രിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർമ്മയൊന്നും കാണില്ല. ഈ മൊബൈൽ ഫോണൊന്ന് തരുമോ? എനിക്കൊരാളെ വിളിക്കാനാ. ഒരു ഫോൺ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഞാനിവിടെ എന്റെ അച്ഛന്റെ തടവില. എന്റെ നിശ്ചയം ഉറപ്പിക്കാനേ അച്ഛന് കഴിയൂ. വിവാഹം നടത്താൻ കഴിയില്ല. എനിക്കൊരാളെ ഇഷ്ടം. എനിക്ക് ഫോണൊന്ന് തരുമോ? ഞാൻ എന്റെ ഫോൺ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കാൻ കൊടുക്കാറുമില്ല. നിനക്കൊന്നും വേറെ ജോലിയില്ലേ? വേണ്ട, നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അതെങ്ങനെയാ? കാത്തിരിക്കാനോ സ്നേഹിക്കാനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കത്തിയും തോക്കും എടുത്ത് മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് തൊഴിലായി സ്വീകരിക്കുമായിരുന്നോ? അല്ലെങ്കിലും കൊല്ലും കൊലയായിട്ട് നടക്കുന്ന നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരെല്ലാം എന്തെല്ലാം കുറ്റങ്ങൾ നിരത്തിയാലും ഇച്ചായനെ ഞാൻ അവിശ്വസിക്കുമായിരുന്നില്ല. സ്വന്തം പെങ്ങളുടെ ഭർത്താവ് കള്ളം പറയില്ലല്ലോ. ജോർജ് കുട്ടി പറഞ്ഞപ്പോ മാത്രമാണ് ഞാൻ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയത്. സാഹചര്യവശാൽ തെറ്റ് ചെയ്ത ഒരാളോട് പൊറുക്കാൻ ഏത് പെൺകുട്ടിക്കും കഴിയും. പക്ഷെ ഇത് വയസ്സായ എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും അവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി മാറാതിരിക്കാൻ വേണ്ടിയാകണം എന്നെ ഒരുപാട് നിർബന്ധിക്കുന്നു ഒരു വിവാഹത്തിന്. ഈ വരുന്ന 27-ാം തീയതി എന്റെ മനസ്സമ്മതമാണ്. മീനാക്ഷി, സൈമൺ കൊലക്കേസിൽ സുപ്രധാനമായ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. സൈമണിന്റെ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന മീര കൃഷ്ണദാസിന് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. യുവതിയെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് വിളിപ്പിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യുവതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകും. ഇതോടെ കേസിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കണ്ടോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ നിന്നും ക്യാമറമാൻ സമീറിനൊപ്പം രാജേഷ് തങ്കമംഗലം. ഒന്ന് മാറി നിൽക്കൂ. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. അവരെ കടത്തിവിടൂ പ്ലീസ്. അവരെ കടത്തിവിടൂ പ്ലീസ്. നമസ്കാരം സർ. താങ്കൾ ആരാണ്? ഞാൻ അഡ്വക്കേറ്റ് ഉത്തമപിള്ള,
ഒരു അഡ്വക്കേറ്റിന്റെ പ്രസൻസിൽ ഇവരെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അയ്യോ, അഡ്വക്കേറ്റിന്റെ കപ്പാസിറ്റിയിലല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മീരയുടെ അമ്മാവനാ. സാർ എന്നെ ഓർക്കാഞ്ഞിട്ടാ. പണ്ട് ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. യു മേ പ്ലീസ് ഗോ ഔട്ട്. സോറി സാർ. ആൻഡ് യു മേ നൗ സിറ്റ്. താങ്ക് യു. നിങ്ങൾ എത്ര നാളായി സൈമൺ പാലത്തിങ്ങളുടെ എംപ്ലോയി ആയിട്ട്? 8 months. ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? മുമ്പ് കൊച്ചിയിലുണ്ടായിരുന്നു, 1 വർഷം ചെന്നൈയിലും. യു കെൻ ചെക്ക് ദിസ് ഫോൾഡർ. എന്റെ എല്ലാ പേഴ്സണൽ ഡേറ്റയും ഇതിനകത്തുണ്ട്. നിങ്ങളും സൈമൺ പാലത്തിങ്കിലും തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷൻ എന്തായിരുന്നു? വാട്ട് ഡു യു മീൻ? യു ആർ നോട്ട് ഇൻ എ സൈബർ ചാറ്റ് റൂം. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വേണം. Explain this. ഇതുകൊണ്ടാണ് ഞാൻ ജോലി വിടാൻ തീരുമാനിച്ചത്. യു സി മിസ്റ്റർ സൈമൺ വാസ് അയാളെ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഹി വാസ് ഇൻടു ഡ്രഗ്സ് ആൻഡ് I said explain this. I was just coming to it. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ മുതൽ ഹി വാസ് ആക്ടിങ് ഫണി വിത്ത് മീ. ജോലിയിൽ തുടരേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടില്ലാന്ന് വെച്ചു. പിന്നെ പിന്നെ സഹിക്കാവുന്നതിലും അപ്പുറമായി. പലപ്പോഴും എന്നെ ട്രാപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കുമായിരുന്നു ഇൻ എൻ ഓട്ടോ ക്ലിക്ക് ക്യാമറ. മീര, യെസ് സർ. come here. Hey. Stop it. No. Hey. അതാ സത്യത്തിൽ ഞാൻ ജോലി വിടാൻ തീരുമാനിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജി കൊടുത്തു. രാജി കൊടുത്തപ്പോൾ അയാൾ അങ്ങനെ പ്രതികരിച്ചു? ആക്സെപ്റ്റ് ചെയ്തില്ല. വളരെ വയലന്റായി റിയാക്ട് ചെയ്തു. പിന്നെ പ്ലീഡ് ചെയ്തു എന്നെ മാരേജ് ചെയ്യണം എന്ന് പറഞ്ഞ്. ഹി വാസ് സിക്ക്. പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല. Simon was planning to invest in the National Cricket League. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അറിയാം. ആ പ്രോജക്റ്റ് ഞാനാ ഡിസൈൻ ചെയ്തത്. ഓ, അതുമായി ബന്ധപ്പെട്ട് സൈമൺ എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആരിൽ നിന്ന്? മാർട്ടിൻ ദിനകർ. Tell me, എന്താ ഉണ്ടായത്? ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയി ഓഫീസിലേക്ക് അയാൾ കയറി വന്നു. നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ സൈമനോട് ഡിമാൻഡ് ചെയ്തു. സോർട്ട് ഓഫ് ത്രെറ്റൻഡ് ഹിം. You better stay out of my business. Cricket is not your game, Simon. Else you'll have no warning bells anymore. Is there any problem? You know something? He's dangerous. Really dangerous. So, സൈമൺ മാർട്ടിനെ ഭയന്നിരുന്നു? യെസ്. അയാൾ വല്ലാതെ പേടിച്ചിരുന്നു. ആ സംഭവം കഴിഞ്ഞ് 18ാമത്തെ ദിവസം സൈമൺ ഗോട്ട് കിൽഡ്. നിങ്ങൾ പതിവായി വിസിറ്റ് ചെയ്യുന്ന സ്പാ ഏതാണ്? സ്പാ? ഞാൻ പതിവായി ഒരു സ്പായിലും പോവാറില്ല. സൈമൺ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്പായെ കുറിച്ച് നിങ്ങളോട് റെഫർ ചെയ്തിട്ടുണ്ടോ? ഐ മീൻ സംതിങ് ലൈക്ക് ഹിസ് ഫേവറേറ്റ് ഹാങ് ഔട്ട്. ഇല്ല. പക്ഷേ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ബിസിനസ്സാണ് സ്പാ എന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ബിസിനസ് തുടങ്ങാൻ ഞാൻ തയ്യാറാണെങ്കിൽ പണം മുടക്കാമെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഹി ഈവൻ നെയിംഡ് ഇറ്റ് മീര സ്പാ. മീര സ്പാ. നിങ്ങളിപ്പോൾ പോയിക്കോളൂ. ഇനി വിളിക്കുമ്പോൾ വരേണ്ടി വരും. Can I go to Bangalore and take up my new job? No, you can't go.